തുടങ്ങാം. അപ്പോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയാണിത്. SLC പരീക്ഷ തൊട്ടുമുന്നിലാണ്. ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതായത് വൈദ്യുതിയുടെ കാന്തികഫലം, നമ്മളിന്ന് വളരെ വിശദമായിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പോവാണ്. ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചതൊക്കെ മറന്നുപോയിട്ടുണ്ടാകാം. എന്തു തന്നെയായാലും പേടിക്കുക വേണ്ട. ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. തീർച്ചയായും. പിന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ്. സാധാരണയായിട്ട് ഒരു 4 മുതൽ 6 മാർക്ക് വരെ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായും പ്രതീക്ഷിക്കാം. അതിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പഠിക്കുന്ന മോട്ടോർ തത്വം, അതായത് മോട്ടോർ പ്രിൻസിപ്പിൾ, അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ അടുത്ത ചാപ്റ്ററായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ജനറേറ്റർ തത്വം പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം അതിതിന്റെ നേരെ തിരിച്ചാണ്. അപ്പോ ഇത് പഠിച്ചാൽ അടുത്തതിനും ഒരു ബേസ് കിട്ടും. അതെ. ഈ ഭാഗം പഠിച്ചു കഴിയുമ്പോൾ ഒരു സാധാരണ കമ്പിയിലൂടെ കറണ്ട് പോകുമ്പോൾ അതിനു ചുറ്റും എന്തത്ഭുതമാണ് നടക്കുന്നതെന്നും, ആ ഒരൊറ്റ തത്വം വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഫാനും മിക്സിയും ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ കറങ്ങുന്നതെന്നും നിങ്ങൾക്ക് ആർക്കും സിമ്പിളായിട്ട് പറഞ്ഞുകൊടുക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണ് വേണ്ടത്. നമുക്ക് സീറോയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ കാന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഫീൽഡ് അല്ലെങ്കിൽ മണ്ഡലം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നല്ല ചോദ്യമാണ്. ഒരു സാധാരണ ബാർ മാഗ്നറ്റ്, അതായത് ഒരു ദണ്ഡുകാന്തം, നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. അതിന് ഒരു നോർത്ത് പോളുമുണ്ടാകും, ഒരു സൗത്ത് പോളുമുണ്ടാകും. ഇനി ആ കാന്തത്തിന്റെ അടുത്തേക്ക് നമ്മളൊരു ഇരുമ്പിന്റെ ആണി കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? അത് ഒട്ടിപ്പിടിക്കും, ആകർഷിക്കും. അതെ. ഇനി കുറച്ചുകൂടി ദൂരെ വെച്ചാലോ? ചിലപ്പോ ഒരു അനക്കവും ഉണ്ടായില്ല. അതെ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശക്തി കിട്ടില്ല. കൃത്യമായി. ആ ഒരു പോയിന്റ്, ആ കാന്തത്തിനു ചുറ്റും അതിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാധീനം അനുഭവപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സ്പേസ്. ആ സ്ഥലത്തെയാണ് നമ്മൾ വളരെ ലളിതമായി മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫീൽഡിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചില സാങ്കല്പിക രേഖകൾ വരയ്ക്കും. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അതായത് കാന്തിക ബലരേഖകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലൈനുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ട എന്തെങ്കിലും കാര്യം? ഉണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്. കാന്തത്തിനു പുറത്ത് ഈ ബലരേഖകൾ എപ്പോഴും നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും. അതായത് ദിശ എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ഈ ദിശ ഒരിക്കലും മറന്നുപോകരുത്. ശരി. അപ്പോൾ ഒരു കാന്തത്തിന് അതിൻ്റേതായ ഒരു ഫീൽഡുണ്ട്. ആ ഫീൽഡിന് ഒരു ദിശയുമുണ്ട്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. പക്ഷെ എനിക്കൊരു സംശയം. ഈ ചാപ്റ്ററിന്റെ പേര് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നാണല്ലോ. വൈദ്യുതിയും കാന്തവും ഒരുമിച്ച്, ഇവർ തമ്മിൽ ശരിക്കും എന്താ ബന്ധം? അതാണ് ഈ ചാപ്റ്ററിന്റെ ഹൃദയം എന്ന് പറയുന്നത്. ഒരുപാട് കാലം, അതായത് നൂറ്റാണ്ടുകളോളം വൈദ്യുതിയും കാന്തികതയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത 2 കാര്യങ്ങളാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ 1820 ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്നൊരു ശാസ്ത്രജ്ഞൻ തികച്ചും യാദൃശികമായിട്ട് ഒരു കാര്യം കണ്ടെത്തി. യാദൃശികമായിട്ടോ? അതെങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് കരണ്ട് പോകുന്നൊരു വയറും അതിനടുത്തായി ഒരു വടക്കുനോക്കി യന്ത്രവും, അതായത് കോമ്പസും ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ആ വയറിനടുത്തു വച്ച കോമ്പസിലെ സൂചി ചെറുതായിട്ടൊന്ന് അനങ്ങി. സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ അത് പഴയ സ്ഥലത്തേക്ക് തിരിച്ചുപോയി. അപ്പൊ അപ്പോഴാണ് ആദ്യമായിട്ട് ഇവർ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് മനസ്സിലായത്. അതെ, അതൊരു വിപ്ലവകരമായ കണ്ടെത്തലായിരുന്നു. ഒരു കമ്പിയിലൂടെ കരണ്ട് കടന്നുപോകുമ്പോൾ ആ കമ്പിക്ക് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. സിംപിളായി പറഞ്ഞാൽ, കരണ്ട് പോകുന്നൊരു വയർ ഒരു താൽക്കാലിക കാന്തം പോലെ പ്രവർത്തിക്കും. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. ആഹാ, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അപ്പോൾ ഈ പുതിയ മാഗ്നറ്റിക് ഫീൽഡിനും ഒരു ഡയറക്ഷൻ, ഒരു ദിശ ഉണ്ടാകുമല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ന് പറയാൻ ഇവിടെ പോളുകളൊന്നുമില്ലല്ലോ. നല്ല പോയിന്റ്. അതിന് വളരെ എളുപ്പമുള്ള രസകരമായ ഒരു നിയമമുണ്ട്. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ, അതായത് വലത് കൈ പെരുവിരൽ നിയമം.
ഇപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വലത് കൈ ഒന്ന് എടുത്ത് ഇതൊന്ന് ചെയ്തു നോക്കണം. കറണ്ട് പോകുന്നൊരു വയറാണ് നിങ്ങളുടെ കൈയിലിരിക്കുന്നതെന്ന് സങ്കൽപ്പിക്കുക. കറണ്ട് പോകുന്ന ദിശയിൽ നിങ്ങളുടെ വലത് കൈയുടെ തള്ളവിരൽ, അതായത് തമ്പ്, പിടിക്കുക. എന്നിട്ട് ആ കമ്പിക്ക് ചുറ്റും നിങ്ങളുടെ മറ്റു വിരലുകൾ ഇങ്ങനെ മടക്കി പിടിക്കുക. ഓക്കേ. ആ വിരലുകൾ ഏത് ദിശയിലാണോ വളഞ്ഞിരിക്കുന്നത് അതായിരിക്കും ആ കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ. അതായത് ഒരു വൃത്താകൃതിയിലുള്ള ഫീൽഡായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു നേർരേഖയിലുള്ള വയറിന് പകരം നമ്മളിപ്പോൾ ഒരു സ്പ്രിങ് പോലെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ, ഒരു കോയിൽ രൂപത്തിലാണെങ്കിൽ ഈ പ്രതിഭാസം കൂടുതൽ ശക്തമാകുമോ? തീർച്ചയായും. അങ്ങനെ നീളത്തിൽ ചുറ്റിയെടുത്ത ഒരു കോയിലിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. അതിലൂടെ കറന്റ് കടത്തിവിടുമ്പോൾ അതൊരു സാധാരണ ബാർ മാഗ്നറ്റ് പോലെ തന്നെ പ്രവർത്തിക്കും. അതിന് വ്യക്തമായ ഒരു നോർത്ത് പോളുമുണ്ടാകും, ഒരു സൗത്ത് പോളുമുണ്ടാകും. ആ പോളുകൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിനും ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾ സോളിനോയിഡിന്റെ ഒരറ്റത്ത് നിന്ന് നേരെ നോക്കുക. ആ അറ്റത്ത് കറന്റ് ഒഴുകുന്നത് ഒരു ക്ലോക്കിലെ സൂചി കറങ്ങുന്ന അതേ ദിശയിലാണെങ്കിൽ, ക്ലോക്ക് വൈസ്. അതെ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ അറ്റം ഒരു സൗത്ത് പോളായിരിക്കും. എസ് എന്ന അക്ഷരത്തിന്റെ രണ്ടറ്റവും വളഞ്ഞിരിക്കുന്നത് ആലോചിച്ചാൽ മതി. ഇനി കറന്റ് ഒഴുകുന്നത് ക്ലോക്കിന്റെ സൂചിക്ക് എതിർദിശയിലാണെങ്കിൽ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ആ അറ്റം ഒരു നോർത്ത് പോളായിരിക്കും. ശരി. അപ്പോൾ നമുക്ക് വൈദ്യുതി ഉപയോഗിച്ച് ഒരു താൽക്കാലിക കാന്തമുണ്ടാക്കാം, ഈ സോളിനോയിഡിനെ. ഇതിനെ കൂടുതൽ ശക്തമാക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഇതൊരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു സോളിനോയിഡിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ പ്രധാനമായും 3 വഴികളുണ്ട്. 1. അതിലൂടെ കടത്തിവിടുന്ന കറണ്ടിന്റെ അളവ് കൂട്ടുക, ഇൻക്രീസ് ദി ഇന്റൻസിറ്റി ഓഫ് കറന്റ്. 2. കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കൂട്ടുക, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. 3. ആ കോയിലിനകത്ത് ഒരു പച്ചിരുമ്പ് കോർ, ഒരു സോഫ്റ്റ് അയൺ കോർ വയ്ക്കുക. ഒരു പച്ചിരുമ്പ് കഷ്ണം വെച്ചാൽ എങ്ങനെയാണ് ശക്തി കൂടുന്നത്? അതിലെന്താ മാജിക്? കേന്ദ്രീകരിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. നമ്മളൊരു പൈപ്പിലൂടെ വെള്ളം ഒഴുക്കുന്നതുപോലെ പച്ചിരുമ്പ് കാന്തിക ബലരേഖകളെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ, അതിലൂടെ ഒരുമിച്ച് കടത്തിവിടും. അപ്പൊ ശക്തി കൂടും. ഇങ്ങനെ പച്ചിരുമ്പ് കോർവച്ച് നിർമ്മിക്കുന്ന ശക്തിയേറിയ കാന്തങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓഹോ, വലിയ ഭാരമുള്ള കാറുകളൊക്കെ പൊക്കിയെടുക്കുന്ന ക്രെയിനുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരം ഇലക്ട്രോമാഗ്നറ്റുകളാണോ? മനസ്സിലായി. അപ്പോ നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചൊരു കാന്തമുണ്ടാക്കി. ഇനി ഇതുകൊണ്ട് എന്തു പ്രയോജനം? ഇതിനെ എങ്ങനെയാണ് ചലിപ്പിക്കാൻ കഴിയുക? ഫാനും മിക്സിയുമൊക്കെ കറങ്ങുന്നത് ഈ തത്വം വെച്ചാണോ? കൃത്യം. അതാണ് ഈ ചാപ്റ്ററിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം, മോട്ടർ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മോട്ടർ തത്വം. നിയമം വളരെ ലളിതമാണ്. ശക്തിയേറിയ ഒരു കാന്തിക മണ്ഡലത്തിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ഒരു കറണ്ട് പോകുന്ന കണ്ടക്ടർ വെച്ചാൽ അതിലൊരു ബലം, ഒരു ഫോഴ്സ് അനുഭവപ്പെടും. തന്മൂലം അത് ചലിക്കും. ഒരു നിമിഷം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 മാഗ്നറ്റിക് ഫീൽഡുകളില്ലേ? ഒന്ന് നമ്മൾ വെച്ച സ്ഥിരം കാന്തത്തിൻ്റെതും പിന്നെ കറണ്ട് പോയപ്പോൾ ആ വയറിന് ചുറ്റുമുണ്ടായതും. വളരെ ശരിയായ നിരീക്ഷണമാണ്. ഈ 2 കാന്തിക മണ്ഡലങ്ങളും തമ്മിലുള്ള ഒരു പരസ്പര പ്രവർത്തനമാണ്, ഒരു ഇന്ററാക്ഷനാണ് ആ ചാലകത്തിൽ ബലമുണ്ടാക്കുന്നത്. ഇനി ഈ ബലത്തിന്റെ ദിശ ഏതു ഭാഗത്തേക്കായിരിക്കും എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ഇത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. അതെങ്ങനെയാ ഓർത്തുവയ്ക്കുക? എനിക്കിപ്പോൾ തന്നെ വലത് കൈ നിയമവുമായിട്ടിത് മാറിപ്പോകുമോ എന്ന് ഒരു സംശയം തുടങ്ങി. ഈ സംശയം സ്വാഭാവികമാണ്. ഇത് കേൾക്കുന്ന എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇടത് കൈയുടെ ആദ്യത്തെ 3 വിരലുകൾ, തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ. അതെ, ഇവ 3ഉം പരസ്പരം 90 ഡിഗ്രിയിൽ പിടിക്കുക. എളുപ്പത്തിൽ ഓർക്കാൻ ഫാദർ, മദർ, ചൈൽഡ് എന്ന് പഠിക്കാം. അല്ലെങ്കിൽ അമേരിക്കൻ ഏജൻസിയായ FBI ഓർത്താൽ മതി. FBI അതെങ്ങനെ? F തള്ളവിരൽ, ഫോഴ്സിനെ സൂചിപ്പിക്കുന്നു, ബലമല്ലെങ്കിൽ ചലനം. B ചൂണ്ടുവിരൽ, മാഗ്നറ്റിക് B ഫീൽഡിനെ സൂചിപ്പിക്കുന്നു, കാന്തികമണ്ഡലം. I നടുവിരൽ, I കറണ്ടിനെ സൂചിപ്പിക്കുന്നു, കറന്റ്. അപ്പോ ചൂണ്ടുവിരൽ കാന്തികമണ്ഡലത്തിന്റെ ദിശയിലും, അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, നടുവിരൽ കറന്റിന്റെ ദിശയിലും വെച്ചാൽ തള്ളവിരൽ എങ്ങോട്ടാണോ ആ ദിശയിലായിരിക്കും കണ്ടക്ടർ ചലിക്കുന്നത്. ഈ 2 നിയമങ്ങളും തമ്മിൽ മാറിപ്പോകാൻ എന്തൊരു സാധ്യതയാണല്ലേ? വലത് കൈ, ഇടത് കൈ,
പരീക്ഷയ്ക്ക് ഇത് തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതാണ് ഏറ്റവും സാധാരണയായി സംഭവിക്കുന്ന തെറ്റ്. ഇതൊഴിവാക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി. കരണ്ട് കാരണമുണ്ടാകുന്ന കാന്തികമണ്ഡലത്തിന്റെ ദിശ, അതായത് ഫീൽഡ്, അത് കണ്ടുപിടിക്കാനാണ് വലത് കൈ, റൈറ്റ് ഹാൻഡ്. എന്നാൽ ആ കാന്തികമണ്ഡലം കാരണമുണ്ടാകുന്ന ചലനത്തിന്റെ ദിശ, അതായത് ഫോഴ്സ്, അത് കണ്ടുപിടിക്കാനാണ് ഇടത് കൈ, ലെഫ്റ്റ് ഹാൻഡ്. ആ ശരി. അപ്പൊ ഫോഴ്സിന് ലെഫ്റ്റ് ഹാൻഡ്. അതെ, ഫോഴ്സാണ് പ്രധാനം. അതിനാണ് ഫ്ലെമിങ്ങിന്റെ നിയമം. ഓക്കെ. അപ്പൊ ഈ നിയമം വെച്ചാണ് ഒരു ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നത്? അതെ, ഇലക്ട്രിക് മോട്ടോർ എന്താണ് ചെയ്യുന്നത്? അത് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു, യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. സ്വിച്ച് ഇടുമ്പോൾ ഫാൻ കറങ്ങുന്നതോർത്താൽ മതി. മോട്ടോറിനുള്ളിൽ ഒരു കാന്തികമണ്ഡലത്തിനിടയിൽ ആർമേച്ചർ കോയിൽ എന്നൊരു ഭാഗമുണ്ട്. ഇതിലൂടെ കറണ്ട് കടന്നുപോകുമ്പോൾ ഫ്ലെമിങ്ങിന്റെ നിയമമനുസരിച്ച് കോയിലിന്റെ ഒരു വശം മുകളിലേക്കും മറ്റേ വശം താഴേക്കും തള്ളപ്പെടും. അപ്പോൾ കോയിൽ കറങ്ങാൻ തുടങ്ങും. അതെ, ഒരു പകുതി കറങ്ങും. പകുതി കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തു സംഭവിക്കും? ആ തള്ളൽ അവിടെ നിൽക്കില്ലേ? പിന്നെ എങ്ങനെയാ ഫാൻ തുടർച്ചയായി കറങ്ങുന്നത്? അവിടെയാണ് മോട്ടോറിലെ ഏറ്റവും ബുദ്ധിമാനായ ഒരു ഭാഗം വരുന്നത്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇതൊരു വളയത്തെ രണ്ടായി പിളർന്നതുപോലെയുള്ളൊരു സംവിധാനമാണ്. ഓരോ പകുതി കറക്കം കഴിയുമ്പോഴും ഈ സ്പ്ലിറ്റ് റിംഗ് കോയിലിലെ കറണ്ടിന്റെ ദിശയെ നേരെ തിരിച്ചിടും. ഓ, അപ്പോ ദിശ മാറും. അതെ. അപ്പോൾ മുകളിലേക്ക് പോയ വശത്ത് താഴേക്കും താഴേക്ക് പോയ വശത്ത് മുകളിലേക്കും ബലം അനുഭവപ്പെടും. ഇത് കാരണം കോയിൽ ഒരേ ദിശയിൽ തുടർച്ചയായി കറങ്ങിക്കൊണ്ടേയിരിക്കും. പരീക്ഷയ്ക്ക് സ്പ്ലിറ്ററിംഗിന്റെ ഉപയോഗം എന്താണെന്ന് ഉറപ്പായും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരേ ദിശയിലുള്ള കറക്കം നിലനിർത്താൻ സഹായിക്കുന്നു. അതാണ് ഉത്തരം. പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് വേറെ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരാറ്? കുട്ടികൾ എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും 3 തരം ചോദ്യങ്ങളെ പ്രതീക്ഷിക്കാം. ഒന്ന്, ഒരു മോട്ടോറിന്റെ ചിത്രം തന്നിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ, ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ്, സ്പ്ലിറ്റ് റിംഗ്, ബ്രഷ്, ഇതൊക്കെ. 2, സ്പ്ലിറ്റ് റിംഗിന്റെ പ്രവർത്തനം ചോദിക്കാം. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ഒരു ചിത്രം തന്നിട്ട് അതിലെ കണ്ടക്ടർ ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് ഫ്ലെമിങ്ങിന്റെ നിയമം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറയും. അത്തരമൊരു ചോദ്യം വന്നാൽ തെറ്റുകൂടാതെ എങ്ങനെ ഉത്തരം എഴുതാം? എന്തെങ്കിലും ടിപ്സ്? ഒരിക്കലും ധൃതി കാണിക്കരുത്. ആദ്യം ചോദ്യത്തിലെ ചിത്രം നന്നായി നോക്കണം. കാന്തിക മണ്ഡലത്തിന്റെ ദിശ, അതായത് എന്നിൽ നിന്ന് എസ്സിലേക്ക്, അത് മനസ്സിൽ ഉറപ്പിക്കുക. അതാണ് നിങ്ങളുടെ ചൂണ്ടുവിരൽ. പിന്നെ കറണ്ടിന്റെ ദിശ നോക്കുക. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറന്റ്. അതാണ് നിങ്ങളുടെ നടുവിരൽ. ഈ 2 വിരലുകളും ശരിയായ ദിശയിൽ വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ തള്ളവിരൽ തനിയെ ശരിയായ ഉത്തരം കാണിച്ചു തരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്താൽ മതി. ശരി. അപ്പോ ഇത്രയും പഠിച്ചത് വെച്ച് ഈ ചാപ്റ്റർ ഒറ്റ നോട്ടത്തിൽ ഓർത്തുവെക്കാൻ ഒരു എളുപ്പവഴി പറയാമോ? എല്ലാം കൂടി ഒന്ന് ഒതുക്കി മനസ്സിൽ വയ്ക്കാൻ. പറയാം. വളരെ ശാന്തമായി കേൾക്കുക. ഈ ചാപ്റ്ററിലാകെ 2 പ്രധാനപ്പെട്ട ആശയങ്ങളേ ഉള്ളൂ. ഒരു വയറിലൂടെ കറണ്ട് പോകുമ്പോൾ അതൊരു കാന്തമാകും. അതിന്റെ ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ നമ്മൾ വലതുകൈ നിയമം ഉപയോഗിക്കും. കറണ്ടുള്ള ഈ വയറിനെ വേറൊരു ശക്തിയേറിയ കാന്തത്തിന്റെ അടുത്ത് വെച്ചാൽ അതൊന്ന് ചലിക്കും. ഈ ചലനത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ നമ്മൾ ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം ഉപയോഗിക്കും. ഇതാണ് മോട്ടോർ. ഈ 2 നിയമങ്ങളും പിന്നെ ഇലക്ട്രോമാഗ്നറ്റിന്റെ ശക്തി കൂട്ടാനുള്ള ആ 3 വഴികളും സ്പ്ലിറ്റ് റിംഗിന്റെ ഉപയോഗവും ഇത്രയും പഠിച്ചാൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്കുറപ്പാണ്. ഇത്രയും കേട്ടപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി. ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കൃത്യമായി എന്താണ് ചെയ്യേണ്ടത്? ഈ ചർച്ച ഒന്നുകൂടി കേൾക്കുക. ഓരോ നിയമം പറയുമ്പോഴും ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് അത് സ്വയം ചെയ്തു നോക്കണം. അതെ, അത് നല്ലൊരു ഐഡിയ ആണ്. നിയമങ്ങൾ കാണാതെ പഠിക്കരുത്, പ്രായോഗികമായി മനസ്സിലാക്കണം. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലെ ചിത്രങ്ങൾ നോക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുറപ്പുവരുത്തുക. എന്നിട്ട് മുൻവർഷങ്ങളിലെ 2-3 ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഒരവസാനത്തെ ചിന്ത. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തുടർച്ച എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ തുടർച്ചയാണ് അടുത്ത ചാപ്റ്റർ. ഇവിടെ നമ്മൾ കറന്റ് കൊടുത്ത് ചലനമുണ്ടാക്കി, അതായത് മോട്ടോർ. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ നേരെ തിരിച്ചു ചെയ്യും. ചലനം ഉപയോഗിച്ച് കറണ്ടുണ്ടാക്കും, ജനറേറ്റർ. ഓ, അപ്പോ അവിടെ ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമമായിരിക്കും അല്ലേ? കൃത്യമായി. അതുകൊണ്ട് ഈ ഇടതുകൈ നിയമം ഇവിടെ നന്നായി പഠിച്ചാൽ അടുത്തത് വളരെ എളുപ്പമായി തോന്നും. ഫിസിക്സ് എന്നത് പേടിക്കേണ്ട ഒരു വിഷയമല്ല.
നിയമങ്ങൾ മനസ്സിലാക്കിയാൽ അതൊരു കളി പോലെ രസകരമാണ്. നിങ്ങൾക്കിത് സാധിക്കും. ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും.